കുഴിയെണ്ണി പറയാൻ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയലൂർ, തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ, കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട്, പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ എന്നിവർ. വഴിനീള കുഴിയാണ്. കുഴിയെണ്ണി പോകേണ്ട അവസ്ഥയിലേക്ക് മലയാളി എത്തുമ്പോൾ നമുക്ക് തുടങ്ങാം തലസ്ഥാനത്ത് നിന്ന്. തിരുവനന്തപുരത്തെ ഇനിയും തീരാത്ത സ്മാർട്ട് റോഡ് പണി, ഒപ്പം ശക്തി പ്രാപിച്ചെത്തിയ മഴ. ചെറുതായൊന്നുമല്ല ജനങ്ങളെ വലയ്ക്കുന്നത്. തുടർച്ചയായി 1 മണിക്കൂർ മഴ പെയ്താൽ മതി. തമ്പാനൂർ അടക്കമുള്ള റോഡുകളിൽ വെള്ളക്കെട്ടാണ്. സ്മാർട്ട് സിറ്റി റോഡ് പണിക്കായി കുഴിച്ച കുഴികളിൽ വെള്ളം കയറിയതും നഗരത്തെ ദുരിതത്തിലാക്കുന്നുണ്ട്. സുനിഷ അയലൂർ, വഴിനീള കുഴി ചാടിക്കടക്കുന്ന സിനിമാ സീൻ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണോ സുനിഷയുടെയും സംഘത്തിന്റെയും ഒക്കെ തിരുവനന്തപുരത്തെ യാത്ര? തലസ്ഥാനത്തെ എത്രത്തോളം വലയ്ക്കുന്നുണ്ട് വഴിയിലെ കുഴി? സുജയ, വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ കുഴി എന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റിടങ്ങളിലേതുപോലെയല്ല, തലസ്ഥാനത്ത് സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതിക്കായിട്ടുണ്ടാക്കിയ സ്മാർട്ട് കുഴികളാണ് ഇപ്പോൾ വലിയ പൊല്ലാപ്പിലാക്കിയിരിക്കുന്നത് എന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഈ പലയിടങ്ങളിലും ഇതേ രീതിയിൽ കുഴി കുഴിച്ചു വെച്ചേക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മഴ വീണ്ടും കനത്തു. പറഞ്ഞതുപോലെ ഈ നേരത്തെ ഈ അധികൃതർ പറഞ്ഞിരുന്നത് ഏപ്രിലെങ്കിലും ഈ സ്മാർട്ട് സിറ്റി റോഡ് പൂർത്തിയാക്കുമെന്നതായിരുന്നു. പക്ഷേ റോഡൊന്നും പൂർത്തിയായില്ല. പകരം കുഴികൾ ഇവിടെ തന്നെ ഉണ്ട് എന്നതാണ്. ഈ കുഴികളിൽ വെള്ളം നിറയുന്നത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് തലസ്ഥാന നഗരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ നേരത്തെ ഇന്നലെ ആദ്യമൊരു വെള്ളക്കെട്ടിനിടയിൽ നിന്നായിരുന്നു ലൈവ് തന്നിരുന്നത്. അത് തമ്പാനൂരായിരുന്നു. ഒരു അരമണിക്കൂർ മഴ പെയ്യുമ്പോഴേക്കും പലപ്പോഴും തിരുവനന്തപുരത്തെ പലയിടങ്ങളും, ഒരുപക്ഷെ തമ്പാനൂർ ജംഗ്ഷനിലുള്ള റോഡ്, അതേപോലെ തന്നെ SS കോവിൽ റോഡ്, അത്തരത്തിലുള്ള പല റോഡുകളും വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതി കൂടി തലസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഉള്ളത് ഈ ആൽത്തറ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെയും ഇത് സമാനമാണ്. ഈ റോഡിന്റെ നടുവിലായി ഇതാ കുഴി ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തിരക്കിട്ട പണികൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ മഴ ഇപ്പോഴും തിരുവനന്തപുരത്ത് മഴയും പെയ്യുന്നുണ്ട്. ഈ മഴ കൂടി ആവുന്നതോടുകൂടി ഈ കുഴികളിൽ വെള്ളം നിറയുന്നു. അത് സാധാരണക്കാരെ വലയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ കുഴി കുഴിച്ചതിന്റെ ഭാഗമായി മണ്ണ് ഈ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി ഇട്ടിട്ടുണ്ട്. ഈ മണ്ണ് പിന്നീട് ചളിയായി യാത്രക്കാർക്ക് വലിയ തോതിലുള്ളൊരു ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ്. പല ഭാഗങ്ങളിലും ഇത് സമാനമായ സ്ഥിതിയാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത് ഈ ഒരു സ്ഥലത്താണ് വന്നത്. നേരത്തെ ഈ ജനറൽ ആശുപത്രിയുടെ ഭാഗങ്ങളിലൊക്കെ നിരവധി കുഴികൾ, ഒരുപക്ഷെ റോഡിനേക്കാൾ കുഴികൾ ഉണ്ട്. കുഴി എണ്ണി അതിൽ എത്ര റോഡുണ്ട് എന്ന് പറയേണ്ട അവസ്ഥ എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചില റോഡുകൾ കാണിച്ച് പറഞ്ഞിരുന്നു. അതിന് സമാനമായ അവസ്ഥയാണ് പല റോഡുകളിലും ഉള്ളത് എന്നതാണ്. ഏതായാലും മഴ പെയ്യുന്നതോടുകൂടി വലിയൊരു ബുദ്ധിമുട്ട് തലസ്ഥാന നഗരത്തെ ബാധിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ സ്മാർട്ട് റോഡ് വരുമെന്ന് പറഞ്ഞ സ്മാർട്ട് റോഡിൻ്റെ പണി നടക്കുന്ന ഈ സാഹചര്യത്തിലാണ് വലിയ പ്രശ്നമുണ്ടാകുന്നത് എന്നതാണ്. കാരണം ഈ റോഡ് പണി ഇപ്പോൾ തീരും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാലമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പണി തീരുമ്പോൾ അടുത്ത ഭാഗത്ത് പണി തുടങ്ങുന്നു. അങ്ങനെ സ്മാർട്ട് ആകേണ്ട റോഡ് സുനിഷ അയലൂർ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഗട്ടർ റോഡിലാണ്, സ്മാർട്ട് റോഡിലല്ല. ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാല് പോലും വയ്യാതെ ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടാ. ചളിയൊക്കെ ആയല്ലേ മഴ? ചളിയും കുഴിയും ഒക്കെ. ഒത്തിരി സ്പീഡപ്പ് പോയില്ലെങ്കിൽ ആ പോകുന്ന ബസ് പോലും കിട്ടത്തില്ല. അങ്ങനെയാ. ഇതാണ് സുജിയ. ഇവിടെ ഏതായാലും കുഴിയിൽ വീഴാതിരിക്കാൻ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കണം, ഒപ്പം ചളിയിൽ പെടാതിരിക്കാൻ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കണം. അത്തരത്തിൽ പല രീതിയിലും ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് തലസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഉള്ളത്, പല റോഡുകളിലും ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് സിറ്റിക്കായി കുഴിച്ച കുഴികളാണ് ഈ കണ്ടതൊക്കെ. ഈ കുഴികളിൽ വെള്ളം നിറയുന്നത് വലിയ തോതിൽ നഗരത്തെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഒപ്പം ഈ വാഹന ഗതാഗതത്തെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. പല റോഡുകളും അടച്ചിട്ട സ്ഥിതിയാണ്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ചുറ്റി വലിഞ്ഞ് അടുത്ത റോഡിലൂടെ പോകുമ്പോൾ വീണ്ടും കുഴി വരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ തലസ്ഥാനത്തെ ജനങ്ങൾക്ക്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വെക്കേണ്ടി വരും. ഓരോ വഴികളുടെയും പേര് തിരുവനന്തപുരത്ത് ചെറിയ വഴികൾക്ക് വരെ പേരിട്ട് അതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ബ്രാക്കറ്റിൽ കുഴിയുണ്ട് സൂക്ഷിക്കുക എന്നുകൂടി എഴുതി വെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പെട്ടെന്ന് ഇതൊക്കെ പരിഹരിക്കണമെന്ന് അധികൃതരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും തൃശൂർ റൂട്ട് അത് പിടിക്കാം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. 33 കിലോമീറ്റർ ദൂരമാണ് നിർമ്മാണത്തിനായി തീരുമാനിച്ചതെങ്കിലും അതിൽ 10% തീർന്നിട്ടുള്ളൂ. അനുവദിച്ച തുക 220 കോടിയാണ്. നിർമ്മാണ കമ്പനിയുടെ തകരാറും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. ജെയ്സൺ ചാമവളപ്പിൽ തിരുവനന്തപുരത്ത് പണിയെങ്കിലും നടക്കുന്നുണ്ട്, തൃശ്ശൂരിൽ പണിയേയില്ല. ആ പണി നിലച്ചതെങ്ങനെയാണ്? ഇനി തുടങ്ങാനോ ഒക്കെയുള്ള സാധ്യതയുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ?
സുജിയ പാർവതി, സുജിയയും ഞാനും അതുപോലെ തന്നെ ആരാണെങ്കിലും തൃശ്ശൂരിൽ വന്നാൽ കോഴിക്കോടേക്ക് പോകുന്ന റോഡാണ് ഈ തൃശ്ശൂർ കുറ്റിപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിനാണ് 220 കോടി രൂപ റോഡ് പണിയുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 220 കോടി രൂപ മാറ്റിവെച്ചത്. 2018 പ്രളയത്തിനുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഇപ്പോൾ വെറും 10% മാത്രം പണി പൂർത്തിയായി അവസാനിപ്പിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത്. നമുക്ക് കാണാം, ഗതാഗത കുരുക്ക് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂരിലേക്കും അതുപോലെ തന്നെ കുന്നംകുളത്തേക്കും കുറ്റിപ്പുറത്തേക്കും പോകുന്ന വഴിയാണ്. ഇപ്പോൾ അനിലക്കര മുൻ MLA നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഈ റോഡിന് സംഭവിച്ചത്? അതായത് 2018 പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത പണമാണ്. 220 കോടി രൂപയാണ് ഇതിനു വേണ്ടി നൽകിയത്. KSTP ആണ് ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചത്. പക്ഷേ ഇതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം, ഇപ്പോൾ ഈ കാണുന്ന ഈ പാലം തന്നെ അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ്. 2-3 സ്ഥലത്ത് ഇതുപോലെ തന്നെ കോൺക്രീറ്റ് നിർമ്മാണം തുടങ്ങി, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗുരുതരമായ അപാകതകൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ കരാറുകാർക്ക് ഫണ്ട് കൊടുക്കാൻ കഴിയാതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിക്കടി നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആകെ എൻ്റെ അറിവിൽ 15 കോടി രൂപ മാത്രമാണ് കരാറുകാരന് കൊടുത്തത്. 226 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 10% പോലും തീർന്നിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. 500 കോടി രൂപ ഉണ്ടായാൽ മാത്രമാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ഇനി ആരംഭിക്കാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇനി റീടെൻഡർ ചെയ്ത് പുതിയ കരാറുകാരനെ കൊണ്ടുവന്ന് വർക്ക് നടത്തിയാൽ മാത്രമാണ് ഈ വർക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 വർഷമായി ഈ കാണുന്ന ബ്ലോക്ക് ഇതേപോലെ തുടരുകയാണ്. ഇനി ഈ വർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെൻഡർ നടപടികൾ തന്നെ പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് 1 വർഷം കൂടി എടുക്കും. അങ്ങനെ വന്നാൽ ഈ 500 കോടി രൂപ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇത് ഫ്ലഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുത്ത പൈസയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നഷ്ടം ഏതാണ്ട് 200 കോടി രൂപ സംസ്ഥാന ഖജനാവിനുണ്ടാകുന്ന നഷ്ടമാണ്. അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഉണ്ടായതാണ്, കരാറുകാരൻ്റെ അനാസ്ഥ മൂലം ഉണ്ടായതാണ്. ഇത് ശരിക്കും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നല്ല. കാരണം ഇത് കോഴിക്കോട് പോകുന്നത്, അങ്ങോട്ട് പോകുന്നത്, ഗുരുവായൂർ പോകുന്നത്, അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇപ്പോൾ ശോഭാ സിറ്റി ഉൾപ്പെടെ വലിയ ബിസിനസ് മേഖല, അതായത് ഒരു വലിയ രീതിയിലൊരു കമേഴ്ഷ്യലൈസ് ചെയ്ത ഒരു ഏരിയ കൂടിയാണ്. എന്നിട്ടും ഈ റോഡിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് അറിയാം. ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാൽ മംഗലാപുരത്തേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയാണ് ഈ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജില്ലയെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ തന്നെ വികസനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മംഗലാപുരത്തേക്ക് പോകുന്ന ഈ വഴി ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും സുജിയ, വളരെ ഗൗരവമായി തന്നെ ഇടപെടേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലം മുമ്പ് ശോഭാ സിറ്റിയുടെ സമീപ പ്രദേശങ്ങളിലായിരുന്നു വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ റോഡിൻ്റെ നിർമ്മാണം പാതി വഴി നിലച്ചിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. വാഹനങ്ങൾ, ഗതാഗത കുരുക്കൾ ഏതാണ്ട് മണിക്കൂറുകളോളം ഇങ്ങനെ പതുക്കെ പോകുന്ന സ്ഥിതിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയുടെ സ്ഥിതി ഇതാണെങ്കിൽ പ്രാദേശികമായ ഉൾനാടുകളിലെ റോഡുകളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് നിർമ്മാണം പുനരാരംഭിക്കണമെന്നതാണ് പ്രധാനമായും ആവശ്യം ഉയരുന്നത്. സുജയ, ഓക്കെ, തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം നിലച്ചു കിടക്കുകയാണ്. കോടികൾ വകയിരുത്തിയിട്ടും അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ജെയ്സൺ ചൂണ്ടിക്കാട്ടിയത്. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർ റൂട്ട് പിടിക്കും. കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ പലയിടത്തായി ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിച്ച കുഴികൾ മരണക്കുഴിയാവുകയാണ്. റോഡിനോട് ചേർന്നുള്ള കുഴിയിൽ ഏത് നിമിഷവും അപകടം പതിയിരിക്കുകയാണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ കുഴിയുണ്ടെന്ന് മനസ്സിലാകുക പോലുമില്ല. 1 മാസത്തിലേറെയായി പണി തീരാതെ കിടക്കുകയാണ് കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ സമീപത്തുള്ള ഒരു അപകടക്കുഴി. അർജുൻ കല്യാട് ആ കുഴി കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ കല്യാട്, നമ്മൾ വഴികളുടെ പ്രശ്നം എപ്പോഴും പറയാറുള്ളതാണ്. ഓരോ വഴിയിലും കുഴിയാണ് എന്ന് പറയുന്നു. എന്നാൽ കുഴി ജീവനെടുക്കുന്ന അവസ്ഥയിലുണ്ട് എന്നറിഞ്ഞിട്ടും ആ കുഴിയിൽ നിന്നൊന്ന് കര കയറണ്ടേ? അർജുൻ, കടന്നു വരൂ, ആ കുഴിയിൽ നിന്ന് കയറി വരൂ അർജുൻ. തീർച്ചയായിട്ടും സുജിയ, വഴിനീള കുഴിയാണ്. കുഴിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. കുഴി എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനെ ഈ കുഴിയിലിട്ട് മൂടേണ്ടി വരും എന്നുള്ള ഒരാശങ്കയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ കാൾടെക്സ് ജംഗ്ഷൻ സമീപത്തുള്ള ഒരു കുഴിയിലാണ്. ഇത് ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള കുഴിയാണ്. ഇത് കേവലം ഒരിടത്തെ സംഭവം മാത്രമല്ല, ഇതുപോലെ നിരവധിയായിട്ടുള്ള കുഴികൾ ഈ റോഡിൻ്റെ പല മേഖലയിലായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെന്തായാലും കുഴിയിൽ നിന്ന് കയറാം. ഏകദേശം ഒരാൾ പൊക്കത്തിലുള്ള കുഴിയാണ് എന്നതും ഇതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കുഴിയിൽ നിന്ന് കയറുകയാണ്. വളരെ സിമ്പിളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് കാണാം, അതായത്
ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കോഴിക്കോട് കണ്ണൂർ ദേശീയപാത. കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ്. ഈ കാൽടെക്സ് ജംഗ്ഷനിൽ ഈ സ്ഥലം എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ വാഹനങ്ങൾ 2 വരിയായാണ് കടന്നു വരിക. ഇവിടെ വാഹനങ്ങൾ എത്തിയ ഉടനെ തന്നെ ഇവിടെ മൺതിട്ട ഇങ്ങനെ കൂട്ടി, ഇവിടെ നിന്ന് മണ്ണിങ്ങനെ കൂട്ടിയിരിക്കുന്നു. അതോടുകൂടി വാഹനങ്ങൾ ഒരു സൈഡിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ്. അപ്പോൾ ഈ വശത്തൂടെ, ഇടതുവശത്തൂടെ വന്ന വാഹനങ്ങളെല്ലാം തന്നെ വലതുവശത്തേക്ക് അടുപ്പിക്കുകയും ഓൾറെഡി വലതുവശത്ത് നിന്ന് കടന്നു വരുന്ന വാഹനങ്ങൾക്ക് അതൊരു അപകട സാധ്യത ഉണ്ടാക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സഞ്ചാരികൾ ഇതുവഴി പോകുന്നതാണ്. ഇവിടെ ഒരു കുഴിയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിയില്ല. കാരണം ഈ ബോർഡ് ഉൾപ്പെടെ താഴേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യം കണ്ടില്ല നിങ്ങൾ. ഈ ബോർഡ് ഉൾപ്പെടെ താഴേക്ക് മറിഞ്ഞു വീഴുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായല്ലേ? 1 മാസത്തോളം ഈ കുഴി ഇവിടെ കുഴിച്ച് വെച്ചിട്ട്. ഇന്നലെ രാത്രി കാലങ്ങളിലെല്ലാം, ഇന്നലെ വല്ല മഴ പെയ്തേരം ഫുള്ളായിട്ട് വെള്ളം ഡബ്ബായിരുന്നു. ഇന്നലെ രാത്രി കാലങ്ങളിൽ ആൾക്കാർ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാൽ ആരും കാണില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ കോർപ്പറേഷൻ്റെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇത് ആരും 1 മാസത്തോളമായി ആരും ഒന്നും ചിന്തിക്കുന്നില്ല. പരാതി പറഞ്ഞിട്ടും ആരും മൈൻഡാക്കുന്നില്ല. അത് എന്നാലും ഇങ്ങനെ കുറേ ദിവസമായി. ജനങ്ങളോടൊക്കെ ഇത്രയും കമ്മിറ്റ്മെന്റ് മാത്രമേ ഈ പറയുന്ന അധികാരികൾക്കെല്ലാം ഉള്ളൂ എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഇന്നലെ മഴ പെയ്ത് ഷോപ്പിനകത്തൂടെ വെള്ളം കയറിയിരിക്കുകയാണ്. ജനുവരിയിൽ കുഴിച്ചു മൂടി, ഇപ്പോൾ ആദ്യം കുഴിച്ചു മൂടി നാരായണത്തുപുരത്തിൻ്റെ പരിപാടി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും പെട്ടെന്ന് ഒരു പരിഹാരം. ഇന്നലെ 2 വണ്ടി ഇവിടുന്ന് ആക്സിഡന്റ് ആയി. എന്തെങ്കിലും മനുഷ്യനെ ഈ കുഴിയിൽ മൂടുന്നത് വരെ അധികാരികളെല്ലാം ഇതേ നിലയായിരിക്കും. ജനുവരിയിൽ ഒരു പെണ്ണുങ്ങൾ ഇതിനകത്ത് വീണു. സെയിം അതുവരെ ആകുന്നവരെ അധികാരികൾ വെയിറ്റ് ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യും. അതുവരെ ആരും തിരിഞ്ഞു നോക്കൂല. ഇത് ഇവിടുത്തെ വ്യാപാരികൾക്കും വലിയ തോതിൽ പ്രയാസമാണ്. സുജി, ഇപ്പം നമ്മൾ കണ്ടില്ല, ഇപ്പം നമ്മളിവിടെ ഒരു ഈ വിഗ്രഹങ്ങൾ ഇതൊക്കെ വിൽക്കുന്ന ഒരു കടയുടെ മുമ്പിലാണുള്ളത്. ഇവിടെ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഈ മണ്ണ് കൂട്ടിയിട്ട് ഇവിടെ ചളിയാണ്, വലിയ പ്രയാസമാണ്. ഈ കടകളിലേക്ക് ഒരാൾക്ക് പോലും കയറാൻ കഴിയുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലെങ്കിൽ കൂടി ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാവും. ചേട്ടാ, ഇവിടെ നിന്ന് ഇപ്പോൾ 2 ലൈനായിട്ട് വാഹനങ്ങൾ വരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ മണ്ണ് കൂട്ടിയിട്ടത് കാരണം വലിയ തോതിൽ പ്രയാസം ഉണ്ടാവുന്നു. കുഴി ഒരു അപകട സാധ്യതയാണ്. ഇന്നൊക്കെ ഡ്രൈവർമാർ എന്നുള്ള നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വണ്ടി അങ്ങ് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്നായിരിക്കും വണ്ടി ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ അങ്ങ് വരുന്ന വണ്ടി അതിൻ്റെ ഉള്ളിൽ ജാമാവുക. ഇന്നലെ ഇവിടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി. ഇന്നലെ ഒരു അടക്കയും കയറ്റിയിട്ട് പോകുന്ന, കൊട്ടടക്കയും കയറ്റി പോകുന്ന വണ്ടി റോഡ് എന്നറിയാം. ഒരു പോലീസുകാരനും ഞാനും വേറെ ഒരാൾ കൂടിയിട്ടാണ് ഈ അടക്ക തികച്ചും കോരിയിട്ട് ഇങ്ങോട്ട് മാറ്റിയത്. അല്ലെ ബൈക്ക് തെരഞ്ഞ് വീണു പോകുന്നുള്ളതിൽ. പിന്നെ അതുമല്ല, ഇവർ കുഴിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഇത് മൂടുമെന്നാണ്. എന്നുവെച്ചാൽ ഇവിടെ 10-11 ഗുഡ്സ് വണ്ടി വെക്കുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ ഇവിടെ ആർക്കും അത് വെക്കാനില്ല. എല്ലാവരും ആകെ ഒരു വണ്ടി ഇവിടെ വെക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും പല സ്ഥലത്തോ ഉള്ളൂ. റോഡിനോട് ചേർന്നുള്ള ഈ കുഴി വലിയ അപകട സാധ്യതയാണ്. അപ്പോൾ ഈ റോഡിനോടുള്ള ഏറ്റവും കൂടുതൽ അപകടം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ സൈഡ് ഇത് ഈ വാഹനം അങ്ങനെ ഇങ്ങോട്ട് വരുന്നതാണ്. ഇത് മെയിൻ റോഡാണ്. അപ്പോൾ മെയിൻ റോഡിൽ ഒരു വണ്ടി അങ്ങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി തിരിക്കുന്നത് അങ്ങോട്ട് തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ വണ്ടി അതിൻ്റെ ഉള്ളിൽ ജാമാക്കി വയ്ക്കാം. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അദാനിയുടെ ഗ്യാസ് പ്രൈവറ്റ് കമ്പനിയാണ് ഇതിൻ്റെ കരാറൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അദാനി ആയതുകൊണ്ടാണോ ഇവിടെയുള്ള അധികാരികൾക്കൊക്കെ ചോദിക്കാൻ മടിയെന്ന് കൂടി ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ ചെറിയ പരാതികൾ പോലും വലിയ തോതിൽ അതായത് ശ്രദ്ധിക്കുന്ന അധികാരികളാണ് കണ്ണൂരിലുള്ള അധികാരികൾ. പക്ഷേ ഇത്തരത്തിൽ എന്താ പറയുക, വലിയ കുഴികൾ പക്ഷേ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഈ കുഴി ഇപ്പോൾ കാണിച്ചു കൊടുത്തത് നന്നായി അർജുൻ കല്യാട്. അങ്ങനെയെങ്കിലും അവരൊന്ന് കാണട്ടെ, ഇങ്ങനെ ഒരു കുഴി കിടപ്പുണ്ടെന്ന്. അവർക്കെങ്കിലും വീഴാതെ വഴിമാറി പോകാൻ കഴിയുമല്ലോ. അർജുൻ, ആ കുഴിയിൽ വീഴാതെ മാറി നിന്നോളൂ. ആ കുഴിയുടെ വക്കിലാണ് അർജുൻ കല്യാട് നിൽക്കുന്നത്. സാഹസികമായി കുഴിയിലിറങ്ങി, കുഴിയിൽ നിന്ന് കയറി. നമുക്ക് നേരെ ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ പ്രവീൺ പുരുഷോത്തമൻ കുറച്ചു നേരമായി കാത്തു നിൽക്കുകയാണ്. നഗരസഭാ മേഖലകളിലുള്ള പത്തനംതിട്ടയിലെ ഇടറോഡുകൾ അത് ശോചനീയാവസ്ഥയിലാണ്. മഴ ശക്തിപ്പെടുമ്പോൾ കാൽനട യാത്ര പോലും ഈ റോഡുകളിലൂടെ സാധ്യമാകാത്ത അവസ്ഥയുമുണ്ട്. റോഡുകളുടെ അറ്റകുറ്റപ്പണി വേണം എന്നാണ് അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ആവശ്യപ്പെടുന്നത്. പ്രവീൺ, ഇടറോഡുകളൊക്കെ മുഴുവൻ കുളമായി കിടക്കുന്ന അവസ്ഥയാണ് കാലങ്ങളായി കാണുന്നത്. ഇപ്പോഴെന്തെങ്കിലും മാറ്റമുണ്ടോ? എങ്ങനെയാണ് നഗരസഭാ പരിധിയിലുള്ള വഴികളുടെ അവസ്ഥ? സുജയ, ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളുടെ തൃശ്ശൂർ റിപ്പോർട്ടർ ജെയ്സൺ പറഞ്ഞൊരു വാചകമാണ്. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിലാണ് അവസ്ഥയെങ്കിൽ ഏരിയകളിൽ എന്തായിരിക്കും അവസ്ഥ? ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താണ്. അതായത് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ്, സ്വകാര്യ ബസ് സ്റ്റാൻഡ്, ഇവയുടെയൊക്കെ തൊട്ടടുത്ത് തന്നെ. ഇതുവഴിയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും ബസ്സൊക്കെ കയറുന്നതിനായിട്ട് നടന്നു പോകുന്നത്. ആ ഭാഗത്ത് റോഡിൻ്റെ അരികിലുള്ള ഒരവസ്ഥ
ഒന്ന് കാണുക. ഇത് പലപ്പോഴും ഇവിടെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ മഴ കൂടിയാണ് എന്ന് ഓർക്കുക. നേരത്തെയൊക്കെ വലിയ ചൂടായിരുന്നു. ചൂടുള്ള സമയത്ത് ഇവിടെ സാധാരണക്കാരുടെയൊക്കെ വലിയൊരു പരാതി വലിയ പൊടിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാലാവസ്ഥ മാറി, ഇപ്പോൾ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ഉള്ള ഒരവസ്ഥ, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു. പലപ്പോഴും ഇതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ തോന്നാറുണ്ട്, ഇവിടെ എന്തുകൊണ്ടാണ് വെള്ളം പോകുന്നതിനായി ഒരു ഓട ഇല്ലാത്തത്? പ്രധാനപ്പെട്ട ഒരു നഗരസഭയിൽ പ്രധാനപ്പെട്ട ഒരു റോഡിൻ്റെ വശങ്ങളിൽ ഓടയില്ല എന്നുള്ളത് നമ്മളുടെ പ്ലാനിങ്ങിൻ്റെ എത്രമാത്രം ഒരു നെഗറ്റീവ് വശമാണെന്ന് കൂടി ഓർക്കണം. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ വാഹനത്തിൻ്റെ ഇടതുവശത്തെ 2 വീലുകളും വെള്ളത്തിൽ കിടക്കുകയാണ്. ഇതിപ്പോൾ മഴ കനക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇവിടെ നിന്ന് നേരെ എതിർവശത്തേക്ക് നാം പോവുകയാണെങ്കിൽ ഇതിലും മോശമാണ് റോഡിൻ്റെ അവസ്ഥ. കാരണം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ഞാൻ വേറൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം. ദാ ഇവിടെ ഒരു മേൽപ്പാലത്തിനായുള്ള നിർമ്മാണം അത് 3 വർഷമായിട്ട് തകൃതിയായി നടക്കുകയാണ്. നേരത്തെ ഈ ഭാഗത്തെ റോഡുകളൊക്കെ വർഷാവർഷങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുകയും, നമുക്കറിയാം ശബരിമല ഉൾപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട. അപ്പോൾ ശബരിമല സീസണൊക്കെ ആകുമ്പോഴേക്കും എല്ലാ റോഡുകളും സർക്കാർ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവിടെ അത് ടാർ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ പുതിയ മേൽപ്പാലം വന്നതോടുകൂടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് ഈ റോഡ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം വലിയ പരാതിയുണ്ട്. നമുക്കിപ്പം ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങളൊക്കെ പോകുന്നതും ആളുകളൊക്കെ നടന്നു പോകുന്നതും ഈ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്ന ഈ പാതയിലൂടെയാണ്. ഇനി ഏതായാലും ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകാതെ ഈ റോഡ് ടാർ ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയും നാട്ടുകാർക്കില്ല. അവർക്ക് ആ നിരാശ കൂടി തന്നെയുണ്ട്. ഇനിയും ഒരുപക്ഷെ 1-2 വർഷങ്ങൾ കൂടി ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ കൂടി ഈ ഭാഗത്തു കൂടി നടന്ന് പോകേണ്ടി വരും എന്നാണ് ഇവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത്. ചേട്ടാ, നിങ്ങൾക്കൊക്കെ ഇക്കാര്യത്തിലൊരു നിരാശയുണ്ട്. എന്താണ് ഇതിനൊരു പോകാൻ വഴി? ഇവിടെ മേൽപ്പാലം പണി തുടങ്ങിയിരിക്കുകയാണ് സർവീസ് റോഡിൽ. അതെ, ഇപ്പോൾ ഒരു ബസ് ജീവനക്കാരൻ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ബസ്സിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഈ ബസ്സുകളൊക്കെ സ്റ്റാൻഡിലോട്ടൊക്കെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ഈ ചെള്ളികുഴി കാരണം യാത്രക്കാർക്ക് ബസ്സിൽ കയറാൻ പറ്റാതെ പലപ്പോഴും യാത്രക്കാർ മറിഞ്ഞു വീഴുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. വാഹനങ്ങൾക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല. 2 വീലറുകാരൊക്കെ ഈ വെള്ളത്തിൽ വീണ് പരിക്കുകൾ പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാനും വഴിയാത്രക്കാർക്കും എല്ലാം നടന്നു പോകാനുമില്ല. ഇപ്പോൾ മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. ഈ മഴക്കാലത്ത് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? അധികാരികൾ ഇതിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. മേൽപ്പാലത്തിൻ്റെ പണികൾ സർവീസ് റോഡ് പണിയുന്നില്ല. അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലെന്നാണ്. കാരണം ഇത്രയും പൊളിഞ്ഞു കിടക്കുന്നു. യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. സുജയ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇരുചക്ര വാഹനത്തിലൊക്കെ ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ ഞാനിന്മേൽ കളി പോലെയാണ്. അത്രയും അവർ പേടിച്ചാണ് ഈ വഴിയിൽ കൂടി പോകുന്നത്. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ കുഴിയിലേക്ക് വീഴും. ഇപ്പോൾ മഴ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കുഴികളൊന്നും കാണില്ല. കാരണം ഈ കുഴികളിലെല്ലാം നിറയെ വെള്ളമാകും. അപ്പോഴും ഇതുവഴി ഇരുചക്ര വാഹന യാത്രികർ സഞ്ചരിക്കും. സർക്കസിൽ എങ്ങനെയാണോ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് അതുപോലെ വഴിയിൽ ഒരു സർക്കസ് കാണിച്ച് യാത്ര ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ വഴികളിലുണ്ട്. നമ്മൾ ഇപ്പോഴേ അത് പറയുന്നത് മഴ പെയ്ത് ഈ കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി എവിടെയെന്ന് ചോദിച്ചാലോ, കുഴിയുണ്ട്, വഴി പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് മഴ കനക്കുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. പാവം ജനങ്ങൾ നന്നായി ഒന്ന് സഞ്ചരിച്ചോട്ടെ. ജനങ്ങൾ മാത്രമല്ല, അധികൃതരും ഈ വഴിയിൽ കൂടിയൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ഇത് 4 ഇടങ്ങളിലെ കാഴ്ച മാത്രമാണ്. കേരളം മുഴുവൻ ഈ കുഴിയും വഴി മോശമായി കിടക്കുന്നതും ഒക്കെ കാണാൻ ഞങ്ങളുടെ വാർത്താസംഘം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടറിന്റെ വാർത്താസംഘത്തിന്റെ കണ്ണിൽ പെടാതെ പോകില്ല ഇതുപോലെയുള്ള അശ്രദ്ധകൾ, അനാസ്ഥകൾ. നമ്മൾ തിരികെ എത്തും കൂടുതൽ കാഴ്ചകളിലേക്ക്.